ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ മുൻ UDF ഭരണസമിതിക്ക് ആശ്വാസം. പ്രഥമ ദൃഷ്ട്യാ ക്രമക്കേടില്ലെന്ന് വിജിലൻസ് കണ്ടെത്തൽ. ത്വരിതാന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച് കേസ് ഹൈക്കോടതി തീർപ്പാക്കി. സത്യം ജയിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. 2017 കൊടിമര പുനഃപ്രതിഷ്ഠയിലാണ് UDF ഭരണസമിതി സംശയനിഴലിലായത്. സംഭാവനയായി ലഭിച്ച സ്വർണത്തിന്റെ കണക്കുകളിലായിരുന്നു അവ്യക്തത. 412 ഗ്രാം സ്വർണമാണ് കൊടിമരം സ്വർണം പൂശാൻ സംഭാവന ലഭിച്ചത്. മുഴുവൻ സ്വർണവും വാജിവാഹന അഷ്ടദിക്പാലകരുടെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചു. സംഭാവന നൽകിയ 23 പേരുടെ മൊഴിയും വിജിലൻസ് രേഖപ്പെടുത്തി. തുടർന്നാണ് കേസെടുക്കാൻ തെളിവുകളില്ലെന്ന നിഗമനത്തിൽ വിജിലൻസ് എത്തിയത്. അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച ഹൈക്കോടതി കേസ് തീർപ്പാക്കി. ഹൈക്കോടതി നടപടിയെ UDF നേതാക്കൾ സ്വാഗതം ചെയ്തു. ഒരു തെളിവില്ല. കാരണം എന്താ, ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത്. അഡ്വക്കേറ്റ് കമ്മീഷണർ അത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുകയും ഹൈക്കോടതി അതിനെ അഭിനന്ദിക്കുകയും ചെയ്തതാണ്. ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാര്യം വെറുതെ പറയുന്നില്ല, അതിലൊരു കാര്യമില്ല. LDFന്റെ സ്വർണ്ണക്കൊള്ള മറക്കാൻ വേണ്ടി നടത്തിയ ശ്രമമെന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ. ഹൈക്കോടതി ഞങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഹൈക്കോടതി ആ കേസ് അവസാനിപ്പിക്കാൻ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഞാൻ അന്ന് പറഞ്ഞു, ഇത് എൻ്റെ അഗ്നിശുദ്ധി വരുത്താൻ, ജനങ്ങളുടെ മുന്നിൽ അഗ്നിശുദ്ധി വരുത്താൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കും. സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ SIT വീണ്ടും സമയം തേടി. ജംഷഡ്പൂർ ലാബിലെ പരിശോധനാ ഫലം ലഭിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാമെന്നാണ് SIT നിലപാട്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.